ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഷീജാസ് ഇതിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടുമൂന്ന് പൊടിക്കൈയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നതൊക്കെയാണ്, എന്നാലും എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ ഉണ്ടോ അവിടെ? നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ട്, എന്നാലും വെയിലുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. വെയിൽ ചെറുതായിട്ടുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം വെയിൽ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് കാലാവസ്ഥ നല്ലതാണ്, നല്ല മഴ, നല്ല വെയിലും ഒക്കെ ഉണ്ടെന്ന്, നല്ല കാലാവസ്ഥയാണ് ഇന്ന്. അപ്പം നിങ്ങളുടെ നാട്ടിൽ മഴ ഇല്ലായിരിക്കും, നല്ല കാലാവസ്ഥയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലായിടത്തും അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങ് കാണുന്ന കണ്ടോ, അത് കായലാണ്. അങ്ങോട്ടാ കാണുന്നില്ലേ അമ്മരങ്ങളുടെ ഇടയിൽ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതല്ലേ കായൽ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് താഴെയല്ല കേട്ടോ, ഇതാണ്ടേ ഞാൻ മേളിലത്തെ നിലയിലാണ്, ടെറസിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കണ്ടല്ലേ, നല്ല വെയിലും കാലാവസ്ഥയൊക്കെ അടിപൊളിയാണെന്ന്. നല്ല ചൂടും ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ വെയിൽ കണ്ടല്ലോ, അപ്പോൾ അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ചിലപ്പോൾ കാലാവസ്ഥ ഇപ്പം തന്നെ മാറാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡാണ്, ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ സ്റ്റാൻഡ് നല്ലതല്ല, പെട്ടെന്ന് അത് ചീത്തയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇളകി പോവുകയാണ്. സ്റ്റാൻഡ് ഇത് മീഷോയിൽ നിന്ന് മേടിച്ച സ്റ്റാൻഡാണ്. ഇത് ലൂസായി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും. ഞാനധികം ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞേ, അപ്പം നിങ്ങൾ വെയിൽ ഞാൻ കാണിച്ചത് കണ്ടല്ലോ. അപ്പം ഞാൻ പൊടിക്കൈ എന്ന് പറഞ്ഞില്ലേ, ആ പൊടിക്കൈ. അപ്പോൾ വീഡിയോ ഞാൻ കുറേ വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞ് നിങ്ങളെ വിട്ടേക്കാം, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. പൊടിക്കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഓണത്തിനൊക്കെ ഉപ്പേരി, പിന്നെ ഏത്തയ്ക്ക ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. ഉപ്പേരിക്ക് പല ചിപ്സ് അതൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഒരുപാടൊക്കെ ഇല്ലേ, ഓണത്തിനൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപാടുണ്ടാക്കുമല്ലോ. ഒരു കായ് 2 കായ് എന്നല്ലല്ലോ. അന്നേരം നമ്മളെ കയ്യിലൊക്കെ കറ പിടിക്കാതിരിക്കാനുണ്ടല്ലോ, പൊടിക്കൈ എന്ന് പറഞ്ഞാൽ അതാണ്. കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ ഒട്ടുമിക്ക ആൾക്കാരും പിന്നെ ബോട്ട് പോയി കായലിൽ കൂടെ, അതാ ഞാൻ നോക്കി. ഒട്ടുമിക്ക ആൾക്കാരും കറ പിടിക്കാതിരിക്കാനായിട്ട് എണ്ണയാണ് തൂക്കുന്നത്, വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒരു എണ്ണയാണ് തൂക്കുന്നത്. അപ്പം എണ്ണ തൂത്ത് കഴിഞ്ഞാൽ കറ വലുതായിട്ട് കൈ കറുക്കത്തില്ല, പക്ഷേ കറ അങ്ങ് പിടിച്ച് കൈ അങ്ങ് കട്ടയായിട്ടിരിക്കും, കട്ടയ്ക്ക് നല്ല റഫായിട്ടിരിക്കും, തടി പോലെ ഇരിക്കും, ഒരു മയം ഉണ്ടാകത്തില്ലേ. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാലിട്ട്, പിന്നെ ഞാൻ ഈ ഉപ്പുണ്ടല്ലോ, നമ്മുടെ ഉപ്പ് 2-3 സ്പൂൺ ഉപ്പ്, ഒരുപാടല്ലേ നമ്മൾ പൊളിക്കുന്നത്. അപ്പോൾ ഒരു 2-3 സ്പൂൺ ഉപ്പിട്ടിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിനകത്ത് നമ്മുടെ കൈ മുങ്ങാൻ തക്കവണ്ണം വെള്ളം ഒഴിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് കലക്കണം, ആ ഉപ്പ് നന്നായിട്ട് കലങ്ങണം കേട്ടോ. കലങ്ങുമ്പോഴത്തെ അപ്പോൾ അങ്ങനെ അതേലോട്ട് നമ്മുടെ കൈ മുക്കുക. ഇടയ്ക്കിടയ്ക്ക് പൊളിക്കുകയും കൈ മുക്കുകയും ചെയ്യണം. കൈയും മുക്കണം, നമ്മുടെ കത്തിയും പിച്ചാത്തിയും മുക്കണം. അപ്പോൾ പിച്ചാത്തിയിലും കറ പിടിക്കത്തില്ല, നമ്മുടെ കയ്യിലും കറ പിടിക്കത്തില്ലേ. പിന്നെ അപ്പോഴത്തേന് ഈ അരിയുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അരിയുന്ന സമയത്ത് നമ്മൾ പിന്നെ അപ്പോൾ ഈ കറയെല്ലാം പോകുമല്ലോ, നമ്മൾ കഴുകിയൊക്കെ വാരുമ്പോഴത്തേന് കറയെല്ലാം പോകും. അപ്പോൾ അത് അരിയുമ്പോൾ നമ്മൾ ചെയ്യണ്ട. അരിയുമ്പോൾ നമ്മൾ പിച്ചാത്തിയിൽ കറ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട്, ടിഷ്യൂ പേപ്പർ എണ്ണയിൽ വെളിച്ചെണ്ണ മുക്കിയിട്ട് അതേ ടിഷ്യൂ കൊണ്ട് പിച്ചാത്തി ഇങ്ങനെ കറ തൂത്ത് കളയണം.
അപ്പം കായിൽ കറ പിടിക്കത്തില്ല. ചിലരൊക്കെ അരിയുമ്പോൾ ആ പിച്ചാത്തി അങ്ങനെ ചെയ്യാതെ അരിയുമ്പോഴത്തേനും വാഴക്കയിലെ കറയുണ്ടല്ലോ ആ പിച്ചാത്തി അങ്ങ് കട്ടയാവും. കട്ടയായി കഴിഞ്ഞാൽ നമുക്ക് ആ ഉപ്പേരി അരിയുമ്പോൾ അത് നന്നായിട്ട് വരത്തില്ല, നന്നായിട്ട് ഷേപ്പിന് വരത്തില്ല, അത് ചീന്തിപ്പോവും. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ. എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാവരും പറയും അത് പിന്നെ എണ്ണ തേച്ചാൽ മതി, എണ്ണ തേക്കുന്നു. പക്ഷെ എണ്ണ തേക്കുന്നതല്ല, ഉപ്പാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ശകലം പോലും നമ്മുടെ കൈ കറക്കത്തുമില്ല, കറയും പിടിക്കത്തില്ല, നമ്മുടെ പിച്ചാത്തിക്ക് ഒരു കുഴപ്പം വരില്ല, കറയും പിടിക്കത്തില്ല, ഒന്നുമില്ല, നല്ല ക്ലീൻ ആയിരിക്കും. അതത്രയാണ്. അപ്പം ആ അരിയുമ്പോഴും നിങ്ങൾ ടിഷ്യൂവിൽ എണ്ണ മുക്കിയിട്ട് നമ്മൾ അത് ഒന്ന് തുടച്ചു കൊടുത്താൽ അത് ഇടയ്ക്കിടയ്ക്ക്. അപ്പം നമ്മുടെ അരിയുന്ന കായിലും കറ പിടിക്കത്തില്ല. ഒന്നത് കേട്ടോ. ഇനി അടുത്തത്, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ ഉപ്പേരിക്ക് ഒരുപാട് ഉപ്പേരി എടുക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ പിന്നെ ഉപ്പ് പുരട്ടി നമ്മൾ അരിയുന്നത്, ഉപ്പ് വെള്ളത്തിൽ നമ്മൾ കൈ മുക്കി അരിയുന്നത്. ഒരു കായ് 2 കായൊക്കെ നമ്മൾ തോരൻ വെക്കാനൊക്കെ എടുക്കത്തില്ല, നമ്മൾ കൂമ്പും അങ്ങനെ ഉപ്പ് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് അരിഞ്ഞാൽ നല്ല കറ പിടിക്കത്തില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ കറ പിടിക്കത്തില്ല. ഈ ഒരു കായ് 2 കായൊക്കെ നമ്മൾ ഈ തോരൻ വെക്കാനും മെഴുക്കുവരട്ടാനൊക്കെ നമ്മൾ അരിയത്തില്ലേ കായ്, അപ്പം നമ്മുടെ കയ്യിൽ കറയാവുമല്ലോ. അത് പെട്ടെന്നൊന്നും ആരും അങ്ങനെ പെട്ടെന്ന് ഉപ്പ് വെള്ളത്തിലൊന്നും മുക്കത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാന്നറിയാം, നമ്മുടെ നാരങ്ങയില്ലേ, ചെറുനാരങ്ങ നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ട് അത് അരിഞ്ഞൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രമെല്ലാം കഴുകി നമ്മൾ ജോലിയെല്ലാം തീരുമല്ലോ അടുക്കളയിൽ, ജോലിയെല്ലാം തീരുന്ന സമയത്ത് നമ്മൾ ആ നാരങ്ങ 2ആയിട്ട് കണ്ടിച്ചെടുത്തിട്ട് നമ്മളെ കൈ നന്നായിട്ട് ഉരയ്ക്കണം കേട്ടോ. ആ നാരങ്ങ തോടിട്ട് നന്നായിട്ട് 2 കൈയും, കൈയുടെ പുറവും അകവും നഖവും എല്ലാം നന്നായിട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ പിന്നെ ആ കറയെല്ലാം പോവും കേട്ടോ. അത് ഏത് വാഴയ്ക്ക ആയാലും ശരി, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കറയായാലും നമ്മുടെ കയ്യിൽ പുരണ്ടാൽ ആ കറയൊക്കെ അങ്ങ് പൊക്കോളും. നമ്മൾ ആ നാരങ്ങ തോലിട്ട് അങ്ങനെ കഴിയുമ്പോഴത്തേനും കറയൊക്കെ അങ്ങ് പൊക്കോളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീമപ്പുളിയില്ലേ, അതുപോലെ ഈ നാരങ്ങ തോല് പോലെ നമ്മൾ ചീമപ്പുളി, ഇരുമ്പം പുളി എന്നൊക്കെ പറയത്തില്ലേ, പുളിഞ്ചിക്ക എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിവിടെ താഴെ നിപ്പുണ്ട്, ഞാൻ അത് കാണിച്ചു തരാവേ. ഞാൻ കാണിച്ചു തരാം, താഴെ നിപ്പുണ്ട്. അത് വേണ്ട, ആ കുഞ്ഞു കുഞ്ഞു ഇല കണ്ടോ നിങ്ങൾ, കണ്ട, അതാണ് ചീമപ്പുളിയുടെ ഇല, ഇരുമ്പമ്പുളി എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഇല അതാണ്. അപ്പോൾ അതിൽ ഇപ്പം കായില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഇപ്പം അതിൻ്റെ സീസൺ അല്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. അതേലെ കായാണേ. അപ്പോൾ കണ്ടില്ലേ, ചീമപ്പുളി, ഇരുമ്പമ്പുളി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇല കണ്ടല്ലേ, അതാണ് സംഭവം. അതേലൊരു കാ ഉണ്ടാവും, എല്ലാവർക്കും അറിയാം. യൂട്യൂബിലൊക്കെ തന്നെ ഒത്തിരി ഉണ്ട് അതിൻ്റെ വീഡിയോസ്, ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കുന്നതും, ഒരുപാട് എന്തൊക്കെ അസുഖങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഷുഗർ, പിന്നെ സോറി കേട്ടോ, ഷുഗറല്ല, ഈ കൊളസ്ട്രോളിനൊക്കെ അത് ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. ചുമ്മാ നമ്മൾ ചവച്ച് കഴിച്ചാലും മതി, ചിലരൊക്കെ അച്ചാറിട്ട് കഴിക്കും, അങ്ങനെയൊക്കെ ഞാനും കഴിച്ചിട്ടുണ്ട്, അച്ചാറൊക്കെ ഇട്ട് ഞാനും കഴിച്ചിട്ടുണ്ട്. ചുമ്മാ അത് കഴിക്കണത് നല്ലതാണ്, പക്ഷേ ഓവറായിട്ട് അത് കഴിക്കാൻ പാടില്ലെന്നും ഉണ്ട്. ഒത്തിരി കഴിക്കാൻ പാടില്ല, നമ്മളെ ബ്ലഡൊക്കെ പെട്ടെന്ന് വെള്ളമാവുന്ന ഒരു സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അധികം ആരും അങ്ങനെ കഴിക്കാറില്ല, എന്നാലും ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടേ. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ആയാലും നമ്മൾ ഉപ്പൊക്കെ കൂട്ടി അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇരുമ്പം പുളി നമ്മുടെ കൈ വൃത്തിയാവാൻ നല്ല ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ പൊടിക്കൈ. പിന്നെ നമ്മുടെ ഈ നാരങ്ങാത്തോല് എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും, പക്ഷേ ഇരുമ്പം പുളി എപ്പോഴും നമുക്ക് കാണത്തില്ല. എല്ലാവരുടെ വീട്ടിലൊന്നും അതൊന്നും ഉണ്ടാവില്ല, നാരങ്ങ ഇല്ലാത്ത ഒരിടവും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ നാരങ്ങ വെള്ളത്തിന് പിഴിയുന്നത് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് വെള്ളത്തിന് എടുക്കുന്നത് ഫ്രിഡ്ജിലൊരു എന്തെങ്കിലും ഇട്ട് സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് എപ്പോഴും കൈയൊക്കെ വൃത്തിയാക്കാനൊക്കെ എടുക്കാം. പിന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ വൃത്തിയാക്കാൻ അത് എടുക്കാം. മീനൊക്കെ വെട്ടി വാഷ് ബേസിൽ ഒഴിക്കുമ്പോൾ ഒരു ഉളുമ്പ് വാടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകാനൊക്കെ ഈ നാരങ്ങ തോലിട്ട് കഴുകിയാൽ നല്ല മണവും ഉളുമ്പ് വാടയെല്ലാം പോയി കിട്ടും. നല്ല ഇതാണ്, ഞാനൊക്കെ നിത്യം ചെയ്യണ ഒരു ജോലി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എല്ലാവരോടും പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങൾ ആരും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ആരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരുപാട് നീളമൊന്നുമില്ല,
പെട്ടെന്ന് തീരുന്ന വീഡിയോ ആണ്, എല്ലാവരും കാണണം കേട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ശരി, എന്നാൽ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ചാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം.